ഹായ് ഗൈസ്. ഇന്നത്തെ ടോപ്പിക്ക് എങ്ങനെ ഒരു നല്ല പൂച്ച അമ്മയാവാം എന്നതിനെ പറ്റിയിട്ടാണ്. പറഞ്ഞ് വരുന്നത്, ഒരു വീട്ടിൽ സപ്പോർട്ടൊന്നും ഇല്ലാത്ത, പൂച്ചകളെ വളർത്താൻ ഒട്ടും ഇഷ്ടമില്ലാത്ത പാരൻസ് ഉള്ള വീട്ടിലെ പൂച്ചകളെ വളർത്തുന്ന കുട്ടികൾക്കാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ഏജിലിരിക്കുന്ന കുട്ടികളെ നോക്കാനാണ് നമുക്ക് ഏറ്റവും പാടുള്ളത്. വലുതായി കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്തോളും. ഇപ്പം ഇതിൽ കാണുന്ന പോലെ തന്നെ ശബ്ദം ഉണ്ടാക്കുക, ഈ ശബ്ദമൊക്കെ നമുക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അവർക്ക്. ചിലപ്പോൾ എടുത്ത് എറിഞ്ഞെന്നൊക്കെ വരാം. ഒട്ടും അനുസരണയില്ലാത്തൊരു പ്രായമാണിത്. ഇപ്പം തന്നെ കണ്ടില്ലേ, വീഡിയോയിലൊന്നും ഇരിക്കാൻ പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും താല്പര്യമില്ലാത്ത പോലെയാണ് ഇവൻ കാണിക്കുന്നത്. വീഡിയോ ഓൺ ആക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കും, അല്ലാത്ത സമയത്ത് നന്നായിട്ടിരിക്കും. അങ്ങനെയാണ് ഇവർ. പിന്നെ പറയാനുള്ളത്, ഇവരുടെ ഫുഡിങ്. ഇവരുടെ ഒറിജിനൽ മോം ഇരിക്കുന്നിടത്തോളം കാലം പാൽ അവർ കൊടുക്കും. പിന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇവരോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ആ ഒരു സമയത്താണ് നമ്മുടെ കെയറിങ് ഏറ്റവും കൂടുതൽ വേണ്ടത് അവർക്ക്. നമ്മൾ കുറച്ചുകൂടെ കാറ്റ് ഫുഡും മിൽക്കും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അവർക്ക്. പിന്നെ നല്ല കെയറിങ്ങിൻ്റെ ആവശ്യമുണ്ട്, നന്നായിട്ട് കെയർ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പെടുത്താനുള്ളൊരു ടൈമുണ്ട്. അവരെ, ഈ പൂച്ചകളെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈമുണ്ടല്ലോ, ഇഷ്ടപ്പെടാനെടുക്കുന്ന ഒരു സമയം, ആ ഒരു സമയം നമ്മൾ സർവൈവ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ പൂച്ച അമ്മ ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒന്നുമില്ല, ഒരൊച്ച കേട്ടപ്പോൾ പോയതാണ്. അപ്പോൾ നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം. എന്താണ് ഇവർ ഒപ്പിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കാൻ പോയതാണ്. ഇന്നാളൊരു ദിവസം ഇവളുടെ മമ്മി, ഇവളുടെ ഒറിജിനൽ മോം ഇവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു അണ്ണാനെയാണ് കൊണ്ടുവന്നത്. നോക്കിയപ്പോൾ അണ്ണാന് തലയില്ലാത്ത അണ്ണാനെയാണ് കൊണ്ടുവന്നത് കളിപ്പിക്കാനായിട്ട്. അപ്പോൾ അടുത്തത് ഇനി പാമ്പിനെയാണ് കൊണ്ടുവരിക, എലീനെയാണ് കൊണ്ടുവരിക എന്നറിയാത്തതുകൊണ്ട് നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം. അത് നമ്മുടെ പാരൻസ് കാണാതെ നോക്കും വേണം. അത് പാരൻസ് കാണാതെ അപ്പം തന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഇവർ പിന്നെ കുഞ്ഞുങ്ങളാണ്, ഇവർക്കൊന്നും അറിയില്ല, ഇവർ ആരും ഒന്നും പറയില്ല. അവളുടെ അമ്മ കറക്റ്റായിട്ട് എസ്കേപ്പ് ആവുകയും ചെയ്യും, നമുക്കായിരിക്കും കേൾക്കുന്നത്. അപ്പം നമ്മളതൊക്കെ കുറച്ച് അലേർട്ടായിട്ടിരിക്കണം. പിന്നെ അവൾക്ക് പോകാനുള്ള ടൈമായി, പൊക്കോട്ടെ. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ മോർ വീഡിയോസ് എനിക്ക് ചെയ്യണമെന്നുണ്ട്, ഈ പൂച്ചകളെ എങ്ങനെ കെയർ ചെയ്ത് വളർത്തുക എന്നുള്ളത്. ഈ ഒരു ബ്ലാക്കി മാത്രമല്ല, വേറൊരു കളറും കൂടി ഉണ്ട്. അവൻ ഇവിടെ എവിടെയോ ഉണ്ട്, തപ്പിട്ട് കാണാനില്ല. അല്ലെങ്കിൽ അവനെയും കൂടെ കാണിച്ചു തരായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയാം. പിന്നെ എനിക്ക് എന്തെങ്കിലും പൂച്ചകളെ വളർത്തുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എന്തെങ്കിലും അഡ്വൈസ് തരാനുണ്ടെങ്കിൽ തരിക. ഓക്കെ, ഞാൻ അവനെ കൂടെ ഒന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ.